പൂർണ്ണമായ രണ്ട് ആണവ ശക്തികൾ തമ്മിൽ നടന്ന ലോകത്തിലെ ആദ്യത്തെ യുദ്ധമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമെന്ന് നമുക്ക് ഈ സമയത്ത് പറയാൻ കഴിയും. മാത്രമല്ല ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ ആണവ ശക്തികളുടെ യുദ്ധവുമാണിത്. വെറും 4 ദിവസം കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ രീതി കണ്ട് ലോകം മുഴുവൻ അമ്പരന്നിരിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ ഇതിൽ അഹങ്കരിക്കുന്നില്ല. ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്നു എന്നതിനപ്പുറം, ഇന്ത്യയുടെ മികവുകൾ പറയുന്നു എന്നതിനപ്പുറം ഈ നേടിയ വിജയത്തിന് മേൽ അഹങ്കരിക്കുന്നില്ല. നമ്മുടെ സൈന്യം അഹങ്കരിക്കില്ല, നമ്മുടെ രാജ്യം അഹങ്കരിക്കില്ല, ഗവൺമെന്റ് അഹങ്കരിക്കില്ല, പാകിസ്ഥാനെ ചെറുതായി കാണുകയുമില്ല. ഇനിയിപ്പോൾ ബംഗ്ലാദേശോ നേപ്പാളോ ആണെങ്കിൽ പോലും നമ്മൾ ആ ശത്രുവിനെ ചെറുതായി കാണരുത്. ശത്രുവിനെ ചെറുതായി കണ്ടതാണ് ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യക്ക് പറ്റിയ ഏറ്റവും വലിയ വീഴ്ചയും. എന്തായാലും ഇന്ത്യ ഒരിക്കലും, അതിപ്പോൾ ചാണക്യനും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും ശത്രുവിന്റെ ശക്തിയെ വില കുറച്ച് കാണരുത്. നമുക്ക് നോക്കുമ്പോൾ ശത്രു ചെറുതായി തോന്നാം, പക്ഷെ അവന് ചിലപ്പോൾ പലതും ചെയ്യാൻ കഴിയുകയും ചെയ്യും. എന്നിരുന്നാലും നമ്മൾ ഇന്ന് ഇതുവരെ കണ്ട കാഴ്ചകളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ലോകത്തെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം. ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ സത്യത്തിൽ വണ്ടറടിച്ച് ലോകരാജ്യങ്ങൾ കാണുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സൈന്യം നടത്തിയ വിശദീകരണം, സാറ്റലൈറ്റ് ഇമേജസ് നൽകിയതും വിഷ്വൽസ് നൽകിയതും ഒക്കെ കണ്ട് വണ്ടറടിച്ചു പോയി. ഇങ്ങനെയും യുദ്ധം ചെയ്യാൻ കഴിയും എന്ന് ലോകരാജ്യങ്ങൾ ഇന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്തത്. അതിൽ തന്നെ വളരെ തന്ത്രപരമായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്തത്. പാകിസ്ഥാന്റെ എയർ ബേസുകൾ തകർക്കുക, അതിന്റെ റൺവേകൾ തകർക്കുക, എന്ന് വെച്ചാൽ അവരുടെ എയർക്രാഫ്റ്റുകൾ അവിടുന്ന് ചലിപ്പിക്കാൻ പറ്റാത്ത വിധം അവരുടെ ബേസുകൾ തകർക്കുന്നു, അവരുടെ കൺട്രോൾ യൂണിറ്റുകളും ഫെസിലിറ്റീസും തകർക്കുന്നു, അവരുടെ തലസ്ഥാനത്ത് പോലുമുള്ള ബേസുകൾ തകർക്കുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്നും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഒരു ബേസ് വരെ ആക്രമിക്കപ്പെടുന്നു. പ്രധാനമന്ത്രിക്ക് ഒളിവിൽ പോകേണ്ടി വരുന്നു. പ്രധാനമന്ത്രി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റേണ്ടി വരുന്നു അവർക്ക്. ഇത് പിന്നീട് പാർലമെന്റിൽ പാകിസ്ഥാനിലെ എംപിമാർ തന്നെ ചൂണ്ടിക്കാണിക്കുകയും പ്രധാനമന്ത്രിയെ പരിഹസിക്കുകയും പോലും ചെയ്തു. പിന്നീട് നമ്മൾ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം, നേവിയെ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണ സജ്ജമാക്കി നമ്മുടെ സേന കറാച്ചി തുറമുഖത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. പാകിസ്ഥാൻ